ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് ഇഷ്ടംപോലെ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നമുക്ക് മിസ്സായി പോയ ട്രേഡ് ഉണ്ടായിരുന്നു. മിസ്സായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതല്ല, ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ്, എല്ലാതും കറക്റ്റാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ SL ആണ്. നമ്മൾ 10 പോയിന്റ് SL ഇടുന്നത് അത് കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല ആരും എടുത്തിട്ടോ, അത് ഞാൻ പറയാം, അതൊരു അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ പറയാം. അത് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എടുക്കുന്നവർക്ക് അതെടുത്ത് പ്രോഫിറ്റിക്ക് പോകാം. അങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ടാർഗറ്റുകളൊന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അല്ലാണ്ട് നോക്കുമ്പോൾ 2-3 ടാർഗറ്റാണ് അടിച്ചേക്കുന്നത്. നിഫ്റ്റിയിലാണ് ഫുൾ ടാർഗറ്റ് വന്നത്. SL ഒരെണ്ണം വന്നിട്ടുണ്ട്, പക്ഷേ SLൻ്റെ മുകളിൽ റീ എൻട്രി ഉണ്ടായിരുന്നു. ആ റീ എൻട്രിയുടെ മുകളിൽ ടാർഗറ്റാണ് വന്നത്. ഇതാണ് നിഫ്റ്റി ലെവൽസ്. 8-ാം തീയതിയാണെന്ന് ഓൾറെഡി ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് അടിയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സൈഡിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ തന്നെ മുകളിലേക്ക് തിരിച്ച് കയറിക്കണത് അത് കേട്ടോ. പിന്നെ റെസിസ്റ്റൻസ് പോയി ടച്ച് ചെയ്ത് ഒന്ന് റിവേഴ്സ് അടിച്ച് പിന്നെയും കയറാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നിഫ്റ്റി. അങ്ങനെ തന്നെയാണ് ബാങ്ക്. ഞാൻ എല്ലാം കൂടി പറഞ്ഞ് പോകണമെന്നില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ കയറുക. ഞാനിവിടെ ഒരു ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ഗ്രൂപ്പിൽ കയറുക. ഞാൻ മോർണിംഗിൽ തന്നെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. 8:30 ഇന്ന് 8:30 തന്നെ ഇട്ടിട്ടുണ്ട് അത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിലോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോമിലോ എവിടെയാണെങ്കിലും അത് ലൈൻ ചെയ്ത് വരച്ചിട്ടോളൂ, നമുക്കത് ഉപകരിക്കും കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ട്രേഡാണ് പറയേണ്ടത്. 22,250 C ആണ്. 22,250 Cക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 365 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. അപ്പോൾ പ്രീമിയം ഹൈ പ്രീമിയം ആണ്. ആ ഹൈ പ്രീമിയത്തിൻ്റെ ഇടയിൽ ട്രേഡ് എടുക്കുമ്പോൾ ഒരു 100% ചാൻസ് ഉണ്ട് SL പോകാൻ. വലിയ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ അത് നിഫ്റ്റിയിലാണ് പറയുന്നത്. നിഫ്റ്റിയിൽ വലിയ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 മുകളിലൊക്കെ വലുത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ SL പോകാൻ നല്ല വകുപ്പുണ്ട്. അപ്പോൾ SLൻ്റെ മുകളിലാണ് നമ്മൾ ട്രേഡ് സക്സസ് ആയിക്കണത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് മിനിറ്റ് ക്യാനിൽ ഇന്ന് 8-ാം തീയതിയാണ്. ഫസ്റ്റ് മിനിറ്റ് ക്യാനിൽ തന്നെ നമ്മുടെ ലൈനിൻ്റെ മുകളിലേക്ക് വന്നു. അതായത് 365.40 പറഞ്ഞ പ്രൈസ്. അതിൻ്റെ മുകളിൽ വന്നു. സെല്ലേഴ്സ് റിജക്ഷൻ വന്നു. ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. ലിമിറ്റിൽ വരുന്ന ട്രേഡാണ് കേട്ടത്. പിന്നത്തെ ഈ ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പോയി എടുക്കാൻ പറ്റില്ല. 365 353 ഒരിക്കലും ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. ലിമിറ്റിൽ തന്നെ വെയിറ്റ് ചെയ്യുക. ലിമിറ്റിലെടുത്ത ആൾക്കാർക്ക് ഇതൊരു 10-11 പോയിൻ്റ് മുകളിലേക്ക് ഇത് പോയിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് വന്ന് പിന്നെ റീ എൻട്രി ആണ്. അവിടെ റീ എൻട്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു. പിന്നെയും സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടി. ലിമിറ്റിൽ വന്നു അടുത്ത ക്യാനിൽ തന്നെ. പിന്നെ ഒരു 15 പോയിൻ്റ് പിന്നെയും മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ റിജക്ഷൻ വന്നത്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ടാർഗറ്റുകളാണ്. ബേസിക്കലി നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി SL തെറ്റിയില്ല. നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന SL 10 പോയിൻ്റാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന SL നിങ്ങൾക്ക് ഇടാം. പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ 10 പോയിൻ്റാണ്. 10 പോയിൻ്റ് പോയി ഞാൻ SL 8 ആയെന്ന് തന്നെ പറയും. അപ്പോൾ 10 പോയിൻ്റ് നിങ്ങൾ ഇട്ട് വെക്കുക. നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ചെയ്യണത് SL തെറ്റിയലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു SL ഇടാം, അല്ലെങ്കിൽ എൻ്റെ 10 പോയിൻ്റ് ഇടാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. SL ഇടാണ്ടൊന്നും ട്രേഡ് ചെയ്യരുത്. ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ് SL ഇടാനും ഹോൾഡ് ചെയ്യാണ്ടിരിക്കാനും. അതായത് നാളത്തേക്കൊന്നും ഹോൾഡ് ചെയ്യാണ്ടിരിക്കാനും ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്. പിന്നെ ഇന്നിപ്പോൾ ഒരു ട്രേഡ് എടുത്തു എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ആ ട്രേഡ് പിടിച്ചിരിക്കുക. പിന്നെ നമുക്ക് രാത്രി ആകുമ്പോൾ അല്ല മാർക്കറ്റ് ക്ലോസിങ് ടൈം ആകുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ കാര്യമൊന്നും ഒന്നും പറയാനില്ല. അതൊക്കെ ക്യാപിറ്റലിൽ പോണ പരിപാടിയാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സെഗ്മെൻറ്റാണ്. നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ട് ഈസി. ഞാൻ ചെയ്യുമ്പോൾ അത് ഈസിയാണ്, ഞാൻ പറയുമ്പോൾ അത് ഈസിയാണെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെയ്യുമ്പോൾ വലിയൊരു സംഭവമാണത്. ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് പ്രോഫിറ്റിൽ ഡെയിലി വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 9 to 5 ജോബിന് പോണ പോലത്തെ ഒരു പരിപാടിയല്ല. മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു വർക്ക് പ്രഷർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അതിനേക്കാളും വലിയ പ്രഷറാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ക്യാഷ് ഇട്ടിട്ടാണ് ചെയ്യണത്. ഓപ്ഷൻസിലാണ് ചെയ്യണത്, ഇന്ത്യൻ മാർക്കറ്റിലാണ് ചെയ്യണത്. അത്രയും ട്രാപ്പുള്ള മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചൊരു ജോലിയാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും റിസ്ക്കുള്ള ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനും മാത്രമുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ SL ഇടുക കറക്റ്റായിട്ട്. ഞാനിവിടെ പറയുന്നത് 10 പോയിൻ്റ് SL ആണ്. അല്ല നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ ഇടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇടണം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇടാം, മനസ്സിലായില്ലേ. പക്ഷേ SL അടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ സെൻസസിലായിരുന്നു കേട്ടോ. 74,200 P ആണ്. 74,200 P
നിങ്ങൾ നോക്കി നോക്കുക. ഇവിടെ ഒരു സെല്ലേഴ്സ് റിജക്ഷൻ വന്നു മനസ്സിലായില്ലേ. പിന്നെ അത്യാവശ്യം അടിയിലേക്കും വന്നിട്ടുണ്ട്, 392 വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും എടുക്കാൻ പറ്റില്ല. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ട്രേഡാണ്. പക്ഷെ നല്ല രീതിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. 900 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, 338 900 പോയിൻറ്റ്സിൻ്റെ. പക്ഷേ ഈ ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി അടിയിലേക്ക് വരണമായിരുന്നു. അത് ഒരു 346 ലെവലിൽ വന്നാൽ വരെ എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇത് വന്നിട്ടുണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോഴും ടാസ്ക്കാണ് അങ്ങനെ എടുക്കുമ്പോൾ ഓട്ടോ ട്രേഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെയും പിക്ക് ചെയ്യാണ്ടിരിക്കണത്. പിന്നെ നമുക്കുണ്ട് 73300 ആണ്. 73300 ഒരു ചെറിയൊരു SL ആണ് കേട്ടോ. അത് 10 ക്യാൻഡിൽ നമ്മൾ, അതായത് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവണത് ഇവിടെയാണ്. ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം, പിന്നെ നമുക്ക് ട്രേഡ് എടുക്കണം. SL സൈഡ് എടുക്കാനാണ് പറഞ്ഞത്. ഈ ട്രേഡ് നമുക്ക് 10 ക്യാൻഡിലൂടെ എണ്ണാം. 10 ക്യാൻഡിൻ്റെ ഉള്ളിൽ ഒരു പ്രോഫിറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു SL നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇത് പ്രോപ്പർ 40 പോയിൻ്റ് SL അല്ല, ചെറിയ SL ഇറങ്ങുന്ന ഒരു ട്രേഡാണിത്. കുറേ നേരം SL സൈഡ് നിന്ന ട്രേഡാണ് കേട്ടോ അത്. പിന്നെ നമുക്കുണ്ടായിരുന്ന 22,500 PE നിഫ്റ്റിയിലാണ്. ഈ ട്രേഡ് വമ്പനൊരു മിസ്സായിട്ടുള്ളൊരു ട്രേഡാണ് കേട്ടോ. അതായത് നമ്മളോട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം അടിയിലേക്ക് വന്ന ശേഷം നമ്മൾ 169.20 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഇത്രയും നല്ല നെഗറ്റീവാണ് കേട്ടോ. നെഗറ്റീവായിട്ട് അടിയിലേക്ക് വന്നു. ഇത്രയും നെഗറ്റീവായിട്ട് അടിയിലേക്ക് വന്നിട്ട് തിരിച്ചു കയറുന്ന സമയത്താണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇവിടെ ഒരു ബയേഴ്സ് ലോസ് കിട്ടി, സെല്ലേഴ്സ് അടിയിൽ ലോസാക്കി ട്രേഡില്ല. പിന്നെയും ബയേഴ്സ് ലോസ് കിട്ടി, സെല്ലേഴ്സിൻ്റെ അടിയിൽ ലോസാക്കി ട്രേഡില്ല. പിന്നെയും ബയേഴ്സ് ലോസാക്കി, ഇവിടെ സെല്ലേഴ്സ് ഇവിടെ ലോസാക്കി. ട്രേഡ് കിട്ടണത് ഇവിടെ നിന്നാണ് 173. നമ്മൾ പറഞ്ഞ 169. അപ്പോൾ 4 രൂപ വ്യത്യാസമുണ്ട്, 4-5 രൂപ വ്യത്യാസം. അപ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ ടാസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ 10 പോയിൻ്റ് SL ഇടണം. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് 164 പോയിട്ട് നമുക്ക് SL കൊണ്ടുവരും. സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 159 കിട്ടേണ്ട SL നമുക്ക് 164 നിങ്ങൾ SL ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വരും. അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇത്തിരി പ്രശ്നം, മനസ്സിലായില്ലേ. അത് ഇത്തിരി അടിയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ 169.15 169.20 എടുക്കാൻ പറഞ്ഞ ട്രേഡ് 170.20 എടുത്താലും പ്രശ്നമില്ല. 1 രൂപയുടെ ഒരു റിസ്ക് ഉള്ളൂ അവിടെ, മനസ്സിലായില്ലേ. അത് തിരിച്ചു വന്ന് അടിച്ചാലും പ്രശ്നമില്ല എന്ന് വയ്ക്കാം. ഇതിപ്പോൾ 5 പോയിൻറ്റിൻ്റെ മുകളിൽ എടുത്തു, എന്നിട്ട് 5 പോയിൻ്റ് അടിയിലേക്ക് വന്ന് അടിച്ചു കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ബാഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അതൊന്നും പറയാത്തത്. പക്ഷേ ചാടിക്കറി എടുക്കുന്നവർക്ക് ഇത് ട്രേഡ് ആക്ടിവേറ്റ് ആണ്. ഡിസ്കൗണ്ട് ശരിക്കും ഇത് നോക്കി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസാണ്. 4 രൂപ 5 രൂപ വ്യത്യാസമുള്ള ഡിസ്കൗണ്ടാണ്. ഞാൻ പറഞ്ഞ പ്രൈസ് ഡിസ്കൗണ്ടാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വമ്പം പ്രോഫിറ്റാണ് കേട്ടോ, മനസ്സിലായില്ലേ. ഈസിയായിട്ട് 50 പോയിൻ്റ് അല്ല, എൻ്റെ മോളിക്കും ഈസി ആയിട്ട് കിട്ടുന്ന ട്രേഡാണത്. ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 133 പോയിൻ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത്, വേറെ കേസൊന്നുമല്ല. പിന്നെ 22,450 നമുക്ക് പ്രോപ്പർ SL ആണ്. പിന്നെ ഇതേ പ്രൈസ് തന്നെ, ഇതേ SL വന്ന സ്ഥലത്ത് തന്നെയാണ് റീ എൻട്രി കിട്ടേണ്ടത്. റീ എൻട്രി പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കുക, ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് അവിടെ റിജക്റ്റ് ആക്കി അടുത്ത ക്യാൻഡിലിൽ എൻട്രി എടുക്കുക. ഇനി രണ്ടാമത്തെ ക്യാൻഡിലാണെങ്കിലും ലിമിറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടേണ്ട എൻട്രിയാണ് കേട്ടത്. ഇതങ്ങനെ 50 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. പിന്നെ നല്ല രീതിക്ക് മുകളിലേക്ക് പോകേണ്ടത്, നമ്മൾ 50 പോയിൻ്റിൻ്റെ കാര്യമാണ് സംസാരിക്കണുള്ളൂ. പിന്നെ നമുക്കുണ്ടായിരുന്ന 22,350 PE 22,350 PE എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ട്രേഡ് തന്നെയാണ് കേട്ടോ. ബയേഴ്സ് ലോസ് ആക്കി സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ 1 രൂപ വ്യത്യാസം നമുക്ക് കിട്ടും. ഇത് നമുക്ക് 1 രൂപ വ്യത്യാസത്തിന് കിട്ടും. ഇതൊരു 156.25 നമുക്ക് എല്ലാവരും കിട്ടും. അപ്പോൾ 1 രൂപ വ്യത്യാസം എല്ലാവരും കിട്ടുന്ന ട്രേഡാണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കൊന്ന് കിട്ടിയിരുന്നത്. നല്ലൊരു ദിവസം തന്നെയാണ്. നമുക്ക് SL എന്ന് പറഞ്ഞ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ റീ എൻട്രിയിൽ ഫുൾ ടാർഗറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ SL ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ ആ ഒരു SL മാത്രം തിരഞ്ഞു പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസിലാണ്, മനസ്സിലായില്ലേ. നമുക്ക് ഇത്രയും ട്രേഡ് ഞാൻ പറഞ്ഞാൽ ആകെ ഒരു ട്രേഡാണ് SL എന്നാണത്. അതിൽ അങ്ങനത്തെ ആ ഒരു ട്രേഡ് മാത്രം എടുത്തിട്ടുള്ള ഒരു ട്രേഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലോസിലാണ്. ബാക്കി ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നമുക്ക് പ്രോഫിറ്റ് എന്തെങ്കിലും എടുക്കാൻ ഒരു വോക്കിൻ്റെ ഉള്ളിൽ കിട്ടും. ഞാൻ എൻ്റെ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനോട് പ്രത്യേകിച്ച് പറയുന്നതാണ് കേട്ടോ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരോടല്ല, ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനോടാണ്. അപ്പോൾ ബാക്കിയുള്ള ട്രേഡുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ലോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്താ പ്രശ്നമുണ്ട്? നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലാവില്ല ട്രേഡിങ് ഉണ്ടാവുക, മനസ്സിലാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുക. ഞാനിപ്പോൾ വീഡിയോയിലും പിന്നെയും എടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. നിങ്ങൾ കറക്റ്റായിട്ട് കേട്ടൊക്കെ ഇങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പേഴ്സണലി എനിക്ക് വന്ന കോൾസും മെസ്സേജസും ഞാൻ പറയണത്, ഇന്ന് വന്ന കോൾസും മെസ്സേജസും നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട് ഒരു ലോഡിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്ന സമയത്താണ് ചിലർ ലോസ് എടുക്കണത്.
അപ്പം എന്താ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് കാര്യം അവിടുത്തെ. ട്രേഡിങ്ങിലത്തെ പ്രശ്നങ്ങളാണ്. ട്രേഡിങ്ങിന് ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾ അത്രയും കൂൾ ആൻഡ് കാമായിട്ട് നിങ്ങൾ ട്രേഡിങ്ങിന് ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ട്രേഡിങ്ങിന് ഇരിക്കുമ്പോൾ. എന്നാലാണ് നല്ല പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും മൈൻഡിൽ വയ്ക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ. ട്രേഡിംഗ് ഒക്കെ വളരെ ഈസിയാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഞാൻ കേൾക്കാറുണ്ട്, പല വീഡിയോസിലും കാണാറുണ്ട്, ഒരാൾ സ്ട്രാറ്റജി വേറെ ആൾക്ക് വർക്കാവില്ല, അങ്ങനത്തെ ഒരു ടോപ്പിക്ക് എപ്പോഴും വരാറുണ്ട്. അങ്ങനത്തെ ടോപ്പിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ 10ാം ക്ലാസ്സിൽ ഒരു ബുക്ക് പഠിക്കണം. ആ ബുക്ക് തന്നെയാണ് കുറേ കാലമായിട്ട് ബാക്കിൽ വരുന്ന സ്റ്റുഡൻസൊക്കെ പഠിച്ചുകൊണ്ട് പോകണത്. എന്ന് വെച്ചാൽ ആരും തോറ്റു പോകണമെന്നില്ല. അത്രയുള്ള എൻ്റെ അടുത്ത ഒരു സെറ്റപ്പ്. പക്ഷെ ആ ബുക്കിൽ എഴുതിയിരിക്കണ കാര്യങ്ങൾ കറക്റ്റായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കണമെങ്കിൽ ബാക്കിൽ വരുന്ന ആൾക്കാരും കറക്റ്റായിട്ട് പഠിച്ചു. ഞാൻ അവിടെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. പൊതുവെ കാണുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ടെലിഗ്രാം ചാനലാണ് നമ്മൾ റൺ ചെയ്യണത്. നിങ്ങൾ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വെറുതെ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ഇരിക്കുക. അത്രേ ഉള്ളൂ. ആ ലിങ്ക് മാത്രമേ ഉള്ളൂ. വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണ്ട, എനിക്ക് പൈസയും തരണ്ട, ഒന്നും തരണ്ട. ഫ്രീ ആണ്. നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ നേരത്തെ നോക്കിയിരിക്കുക. അല്ല ഇവ എന്താണ് ചെയ്യണത്, എനിക്കൊന്ന് കാണണം, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നോക്കിയിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നാളെ ബുധനാഴ്ചയാണ്. നല്ല ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.